ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. 4 ചുവരുകൾക്കുള്ളിൽ വിദ്യയുടെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്ന് വിദ്യാസമ്പന്നരാകുമ്പോൾ അവരോടൊത്ത് ഒരു ജന്മം തീർത്തതിന്റെ നിർവൃതിയാണ് അധ്യാപകർക്ക്. എത്ര വഴക്കു പറഞ്ഞാലും അധ്യാപകർ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ അവർക്കിത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. അധ്യാപക ദിനം ആചരിക്കുമ്പോൾ അവരെ ആശംസകൾ കൊണ്ട് മൂടുന്ന തിരക്കിലാണ് കലാലയങ്ങൾ. രാഷ്ട്രപതിയും ലോകോത്തര തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിറന്നാൾ ദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന ഗുരുക്കന്മാർക്ക് പ്രണാമം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ലോട്ടറി വിൽപ്പനക്കാരെ സഹായിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ. വിനായക ചതുർത്ഥി ആഘോഷ പരിപാടികൾ പരിസമാപ്തിയിലേക്ക്. ഭക്തിലഹരിയിൽ തലശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. വാർത്തകൾ വിശദമായി. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ഭക്തിലഹരിയിൽ പരിസമാപ്തിയിലേക്ക്. വിശേഷാൽ ദൈവിക വൈദിക ചടങ്ങുകൾ നടന്നു. പട്ടണപ്രവേശത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവം സെപ്റ്റംബർ 1 മുതൽ 5 വരെ 5 ദിവസങ്ങളിലാണ് വിപുലമായ വൈദിക ദൈവിക ചടങ്ങുകളോടുകൂടി ആഘോഷിച്ചത്. രാവിലെ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച ഉത്സവത്തിൽ എല്ലാ ദിവസവും അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമം, ഗജപൂജ, കാവടി പൂജ, നാഗപൂജ, നവഗ്രഹ പൂജ, നവഗ്രഹ ഹോമം, മഹാന്യാസപൂർവം പൂർണ്ണാഭിഷേകം, ഗണേശ സഹസ്രനാമാർച്ചന, സുബ്രഹ്മണ്യ സഹസ്രനാമാർച്ചന, നവഗ്രഹ സഹസ്രനാമാർച്ചന, ക്രമാർച്ചന തുടങ്ങി ദൈവിക ചടങ്ങുകൾ ഉണ്ടായിരുന്നു. വൈദിക ദൈവിക ചടങ്ങുകൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ KV രഘുവാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിനായക ചതുർത്ഥി ദിവസം നടന്ന അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു. രാവിലെ 9:30 ഗജവീരന്മാരുടെ അകമ്പടിയോടും പഞ്ചവാദ്യത്തോടും നാദസ്വരത്തോടും കൂടി ദേവന്മാരുടെ എഴുന്നള്ളത്ത് നടന്നു. ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തളി ശിവക്ഷേത്രം, കിഴക്കേ നട, നടമൽ ശ്രീ ഭഗവതി ക്ഷേത്രം, കണ്ടംകുളം റോഡ്, കല്ലായ റോഡ്, പാളയം, തളി ശ്രീ രേണുക മാരിയമ്മൻ ക്ഷേത്രം വഴി ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളത്തി. 6 അടി ഉയരമുള്ള ദേവഗണപതിയുടെ വിഗ്രഹമാണ് എഴുന്നള്ളിച്ചത്. ഉച്ചയ്ക്ക് പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് 5:30 ദേവന്മാരുടെ പട്ടണ പ്രവേശവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആദിവാസികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ലോട്ടറി നടന്നു വിൽക്കുന്നവരാണെന്നും അവരെ സഹായിക്കാൻ സർക്കാർ തയ്യാറാണെന്നും കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സ്വീകരണം നൽകി. ലോട്ടറി എന്ന് പറയുന്നത് തൊഴിലില്ലാത്തവർക്കും തൊഴിലെടുക്കാൻ പറ്റാത്തവർക്കും ഒരു തൊഴിലും സഹായവുമാണെന്നും ആദിവാസികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ലോട്ടറി നടന്നു വിൽക്കുന്നവരാണെന്നും MV ജയരാജൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ലോട്ടറി മേഖല വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലാണ് ക്ഷേമനിധി ബോർഡിന്റെ ഉത്തരവാദിത്തം എന്നിൽ അർപ്പിതമായിരിക്കുന്നു. ലോട്ടറി ഏജന്റന്മാരും വിൽപ്പനക്കാരും എല്ലാം ചേർന്ന ഒരു 2 ലക്ഷത്തോളം ആളുകൾ കേരളത്തിലുണ്ട്. അവരിൽ 40,000-ഓളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ക്ഷേമനിധി ബോർഡിൽ കൃത്യമായി അംശാദായം ഒതുക്കി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ സെക്രട്ടറി PK നാസർ അധ്യക്ഷനായ ചടങ്ങിൽ ലോട്ടറി തൊഴിലാളി യൂണിയൻ സെക്രട്ടറി PR സോമൻ സ്വാഗതം പറഞ്ഞു. PN ജമാൽ, PK ശശി, MK അച്യുതൻ, K ബാലൻ, KK ബാലകൃഷ്ണൻ, VP ഹംസ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനുഭവത്തിന്റെ പാഠപുസ്തകങ്ങളും ജീവിതത്തിന്റെ സിലബസും പരിശീലിപ്പിച്ച പൂർവ്വ അധ്യാപകരെ ആദരിച്ച് BEM ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. ഈ അധ്യാപക ദിനത്തിൽ വ്യത്യസ്തമായ ഓർമ്മ പകരുന്ന സമ്മാനങ്ങളാണ് പൂർവ്വ അധ്യാപകർക്കായി സ്കൂൾ സമർപ്പിച്ചത്.
ആദ്യാക്ഷരങ്ങൾ അലിവിൽ ചാലിക്കാൻ നിങ്ങളായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. അനുഭവത്തിന്റെ പാഠപുസ്തകങ്ങളും ജീവിതത്തിന്റെ സിലബസും നിങ്ങളായിരുന്നു ഞങ്ങളെ പരിശീലിപ്പിച്ചത്. ധരയോളം ക്ഷമയായിരുന്നു നിങ്ങളുടെ മൂലധനം, കടലോളം സ്നേഹമായിരുന്നു പ്രതിഫലം. സിദ്ധിയെ സാധനയാൽ തിലകമേകി ആയിരങ്ങളുടെ അകക്കണ്ണ് തെളിയിച്ച ഗുരുശ്രേഷ്ഠരെ, നിങ്ങളെ ഞങ്ങൾ പ്രണമിക്കുന്നു എന്നെഴുതിയ ബ്ലാക്ക് ബോർഡിന്റെ മാതൃകയാണ് BM ഗേൾസ് ഹൈസ്കൂളിലെ പൂർവാധ്യാപകർക്ക് അധ്യാപക ദിനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നൽകിയത്. ഈ മഹനീയ വാക്കുകൾ ആലേഖനം ചെയ്ത ബ്ലാക്ക് ബോർഡ് കൂടാതെ സ്കൂൾ അങ്കണത്തിൽ വളർന്നു പന്തലിച്ച മാറി മാറി വന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ച നെല്ലിമരത്തിലെ കൈപ്പേറിയ നെല്ലിക്കയും അവർക്കായി നൽകി. 1984 മുതൽ ഈ വിദ്യാലയത്തിൽ അധ്യാപകരായെത്തിയ 30ഓളം പൂർവ്വ അധ്യാപകർ വീണ്ടും സ്കൂളിൽ ഒത്തുചേർന്നപ്പോൾ പരസ്പരം ഓർമ്മ പുതുക്കി പഴയ കാലത്തിലേക്ക് അവർ തിരികെ ചെന്നു. സ്കൂളിലെ ഇന്നത്തെ അധ്യാപകരാണ് ഈ പൂർവ്വ അധ്യാപകരെ ആദരിച്ചത്. തുടർന്ന് ഫാദർ റൈറ്റ് റവറൻ ജെയിംസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇത്രയും കുട്ടികളെ സ്വാധീനിച്ച അധ്യാപകരുണ്ട് ഈ സ്കൂളിൽ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. മാതാപിതാ ഗുരു ദൈവം, അതിൽ ഗുരു പഠിച്ച് ബാക്കിയെല്ലാം ഭവനാന്തരീക്ഷത്തിലുള്ളതാണ്. മാതാവും പിതാവും ദൈവവുമുള്ള ഭവനമാണ് നമ്മുടെ. ഐറിൻ ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥിനിയായ ലിൻഡ, ലീല മാത്യു ടീച്ചർ തുടങ്ങിയവരും സംസാരിച്ചു. ശേഷം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയിരങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ 80കളിലെ ഗവൺമെന്റ് ഗണപത് ബോയ്സ് സ്കൂളിലെ പൂർവാധ്യാപകർക്ക് ഗുരുവന്ദനം നടത്തി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ സുരേന്ദ്രൻ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കായി അധ്യാപകന്റെ സന്ദേശം പകർന്നു നൽകി. അറിവായ കടലിലെ തിരകൾ എണ്ണാൻ പഠിപ്പിച്ച അധ്യാപകരെ ആദരിച്ച് ഗവൺമെന്റ് ഗണപത് ബോയ്സ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഗുരുവന്ദനം പരിപാടി സംഘടിപ്പിച്ചു. സ്കൂളിന്റെ സ്ഥാപകൻ ഗണപത് റാവുവിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഗുരുവന്ദനം നടന്നത്. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപകനുമായ നരേന്ദ്രൻ മാസ്റ്റർ വിദ്യാർത്ഥികൾക്കായി സന്ദേശം പകർന്നു. അവിടെ ഒരു ഫുൾ സ്കെലറ്റൻ ഉണ്ട്, പോരാത്തിന് ഒരു സ്കള്ളും ഉണ്ട് പ്രത്യേകമായിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴും ഉണ്ട്, അറിയില്ല. ആ സ്കള്ളില് ഈ ബോൺസിനെ ജോയിൻ ചെയ്തിരിക്കുന്ന സ്വിച്ചേഴ്സ് ഉണ്ട്, ഫിഷേഴ്സ് എന്ന് പറയും. ഇത് കാണിച്ചിട്ട് മാഷ് പറയാ, ഇതാണ് തലയിലെഴുത്ത് കേട്ടോ. ആ വരകൾ കണ്ടിട്ട് ഞങ്ങൾ വിശ്വസിക്കും, ഓ ഇതായിരിക്കോ തലയിലെഴുത്ത്. പിന്നീട് മനസ്സിലായ തലയെഴുത്തല്ല, ബോൺസിന്റെ ജോയിന്റ് ആണ്. മാഷ് തമാശ പറഞ്ഞ ക്ലാസ് കുട്ടികളായി ഞങ്ങളത് വിശ്വസിച്ചിരുന്നു. ദൈവം വരച്ച വരയാണിത്, ഇതാണ് തലയെഴുത്ത്. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ആലോചിക്കുകയാണ്, ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഗണപതി സ്കൂളിൽ അധ്യാപകനാവാൻ വേണ്ടിയിട്ട് എന്റെ തലയിൽ ഇങ്ങനെ ഒരു വര ദൈവം വരച്ചല്ലോ. വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ പുല്ലാങ്കുഴൽ വായിച്ചു. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ലളിതഗാനവും പൂർവാധ്യാപകർക്ക് ഉണർവേകി. തുടർന്ന് ഗുരുശിഷ്യ ബന്ധം പുതിയ തലമുറയിൽ എന്ന വിഷയത്തിൽ അബിൻ മോഹൻ സംസാരിച്ചു. PTA പ്രസിഡന്റ് ഷിറിൽ കുമാർ N ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ BK ഗോകുൽദാസ്, ജോബിഷ് കുമാർ, സുനീതി ടീച്ചർ, വസന്തകുമാർ N, ശശിധരൻ CM, സ്കൂൾ ലീഡർ അക്ഷയ്, IA ജേക്കബ് മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുമുള്ള ഓണ ബോണസ് ജില്ലാതല വിതരണ ഉദ്ഘാടനം കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. MLA A പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുമുള്ള ഓണം ബോണസ് ജില്ലാതല വിതരണ ഉദ്ഘാടനം കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. MLA A പ്രദീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെൽവനായകം, സയ്യിദ് അബ്ദുൽ ഖാദർ, പ്രേംകുമാർ തുടങ്ങിയവർ ആദ്യ ബോണസ് ഏറ്റുവാങ്ങി. എല്ലാം ശരിയാകുന്ന പറഞ്ഞത്, എല്ലാം ആയിട്ടില്ല, ഓരോന്നായി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ ഓർമ്മ ഉണ്ടാവും, നമ്മുടെ ക്ഷേമനിധിക്ക് വേണ്ടി, ബോണസിന് വേണ്ടി നമ്മൾ സമരം നടത്തി. ഇത്തവണയോ 4000 രൂപ ബോണസ് ഉണ്ടായിരുന്നത് 5000 സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല, നേരത്തെ അങ്ങ് തരികയാണ്. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ PKP രാജൻ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ P മനോജ് സ്വാഗതം പറഞ്ഞു. ഭാഗ്യനിധി ബോർഡ് മെമ്പർ PM ജമാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖരൻ, ലോട്ടറി തൊഴിലാളി യൂണിയൻ സെക്രട്ടറി PR സോമൻ, ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് ജോയ് പ്രസാദ്, ലോട്ടറി ട്രേഡേഴ്സ് യൂണിയൻ സെക്രട്ടറി PK നാസർ, കേരള ലോട്ടറി ഏജന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ, KK പ്രേമൻ, സഫിയ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂർവ്വമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള KV കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരി, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് KV കോംപ്ലക്സിൽ നിന്നാവട്ടെ. KV കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ, മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും. ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ. വാർത്തകൾ തുടരുന്നു. നിലവിലെ സ്ത്രീ സംരക്ഷണ നിയമങ്ങളെല്ലാം മനുഷ്യ സംരക്ഷണ നിയമങ്ങളാക്കി മാറ്റി എഴുതണമെന്ന് പീപ്പിൾസ് ആക്ഷൻ കൌൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് സ്റ്റേറ്റ് കമ്മിറ്റി. ആണിന് ഒരു നിയമം, പെണ്ണിന് വേറെ നിയമം എന്ന രീതി ഉണ്ടാവരുതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇന്നത്തെ നീതിന്യായ നിയമവ്യവസ്ഥകൾ അടിമുടി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്ന് പീപ്പിൾസ് ആക്ഷൻ കൌൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടന. കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം, നിരപരാധിയുടെ മേൽ കുറ്റം ആരോപിക്കുന്നവനും ശിക്ഷിക്കപ്പെടണം. നിയമത്തിന് മുന്നിൽ ആൺപെൺ വ്യത്യാസം പാടില്ല എന്നും നിലവിലെ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ എല്ലാം മനുഷ്യ സംരക്ഷണ നിയമങ്ങളാക്കി മാറ്റിയെഴുതണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 1 സെന്റ് ഭൂമിയോ സ്ത്രീധനം എന്ന പേരിൽ ഒന്നും വാങ്ങാതെ ജീവിതം കൊടുത്ത ഡസൻ കണക്കിന് 100 കണക്കിന് ചെറുപ്പക്കാരെ എനിക്കറിയാം. അതിനുശേഷം അവരുടെ ജീവിതം എന്തുമാത്രം ദുരിതക്കയത്തിൽ ആണ്ടുപോയി എന്നുള്ളത്. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പീപ്പിൾസ് ആക്ഷൻ കൌൺസിൽ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയുടെ ജില്ലാതല കൂട്ടായ്മകൾ ഒക്ടോബർ മാസത്തിലും സംസ്ഥാനതല കൂട്ടായ്മ നവംബർ 12 ശനിയാഴ്ച കോഴിക്കോട്ട് വെച്ചും ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന തലത്തിൽ ഈ പീഡനം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ നവംബർ 12 ശനിയാഴ്ച കോഴിക്കോട്ട് നടത്തുന്നതാണ്. മദർ തെരേസയെ വിശുദ്ധയാക്കപ്പെടുന്ന ചടങ്ങുകൾ വത്തിക്കാനിൽ നടക്കുമ്പോൾ കേരളക്കരയിലും ആഘോഷങ്ങൾ നടന്നു. ഇടവകകളിലും മഠങ്ങളിലും പ്രത്യേക കുർബാനകൾ, പ്രാർത്ഥനകൾ എന്നിവ നടന്നു. മദർ തെരേസ ലോകത്തിന് നൽകിയ സമാധാന സന്ദേശവും ഒപ്പം അശരണർക്ക് ആശ്രയമാവണമെന്ന വചനങ്ങളും പുതുതലമുറയെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം വത്തിക്കാനിൽ മദറിനെ വിശുദ്ധിയാക്കപ്പെടുന്ന ചടങ്ങിൽ നാട്ടിൽ നിന്ന് പങ്കാളികളാവുകയും കൂടിയായിരുന്നു ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയത്തിലെ വിശ്വാസികൾ. മദർ തെരേസ ചെയ്ത സേവനങ്ങളടങ്ങിയ ഫോട്ടോ, വീഡിയോ പ്രദർശനം, വചനങ്ങൾ രേഖപ്പെടുത്തിയ പോസ്റ്റർ പ്രദർശനം, വിശ്വാസികൾ അണിചേർന്ന റാലി എന്നിവ സംഘടിപ്പിച്ചു. പള്ളിയിൽ നിന്നും ആരംഭിച്ച് ചെറുവണ്ണൂർ വഴി പള്ളിയിൽ തന്നെ റാലി സമാപിച്ചു. പ്രത്യേക കുർബാനയ്ക്ക് പുറമെ ചെറുവണ്ണൂർ മുതൽ മഞ്ചേരി വരെ റോഡരികിൽ ഭക്ഷണമില്ലാതെ കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചും ഇവർ മാതൃകയായി. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലും ഇവർ പൊതിച്ചോർ നൽകി. ഇടവക വികാരി ഫാദർ ജോൺസൺ അവേരവ്, പാരിഷ് കൌൺസിൽ സെക്രട്ടറി ജോസ് തെയ്യം തിരുത്തി, വിജിവിൽ ഡിസൂസ, സിജോയ്, എഡ്വിൻ പോൾ, അഗസ്റ്റ്യ കെ കൊമ്മിക്കൽ, സ്റ്റാൻലി, ജോർജ് നമ്പയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. 8 വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് ഭാവം പകർന്ന അജിത നമ്പ്യാരുടെ ഏകപാത്ര നാടകം ശ്രദ്ധേയമായി. പെണ്ണുവിരിന്റെ പ്രത്യയശാസ്ത്രം എന്ന ഏകാംഗ നാടകം ആദ്യമായാണ് അരങ്ങിലെത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്ന കഥകളും അവരോടൊപ്പമുള്ള ഓരോ നിമിഷവും മക്കളുടെ വ്യക്തിത്വ രൂപവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പെണ്ണുയിരിന്റെ പ്രത്യയശാസ്ത്രമെന്ന ഏകാംഗ നാടകം. ടൗൺ ഹാളിൽ യൂത്ത് ദി കൾച്ചറൽ ടീമാണ് നാടകം അവതരിപ്പിച്ചത്. കേരള സംസ്ഥാന സംഗീത നാടക അക്കാദമിയുടെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നാടകനടി അജിത നമ്പ്യാരാണ് വേഷമിട്ടത്. പ്രമുഖ നാടക പ്രവർത്തകനും സിനിമാ നടനുമായ വിജയൻ വി നായരാണ് സംവിധായകൻ. MK രവിവർമ്മയാണ് നാടകരചയിതാവ്.
സുർജിത് കുരുക്കത്തൂർ സംഗീത നിയന്ത്രണവും വി അറുമുഖൻ രംഗസജ്ജീകരണവും നിർവഹിച്ചു. 1 മണിക്കൂറായിരുന്നു നാടകത്തിന്റെ ദൈർഘ്യം. മക്കളെ പോറ്റുന്നതിന്റെ മഹാത്മ്യവും ആവശ്യകതയും തുറന്നവതരിപ്പിക്കുകയാണ് നാടകം. ഇന്നത്തെ കാലത്ത് മക്കളെ വളർത്തുന്ന ഓരോ ഘട്ടത്തിലും അമ്മമാർ ഏറെ ബോധവതികളാകണം. അമ്മ പറയുന്ന സത്യവും അമ്മ പറയുന്ന കള്ളവും കുട്ടികളെ ഏറെ സ്വാധീനിക്കുന്നു. മക്കളെ നല്ല മനുഷ്യരാക്കുക എന്നത് ചെറിയ കാര്യമില്ല. ഒരു നല്ല മനുഷ്യന്റെ പിറകിൽ നല്ല അമ്മയും അച്ഛനും ഉണ്ടാകും. കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചും അംഗീകരിച്ചും വളർത്തണം. ആവശ്യമുള്ള സമയത്ത് നിയന്ത്രിക്കണം. നാടിനെ അറിഞ്ഞ് നാട്ടുകാരെ അറിഞ്ഞ് ഓരോ കുഞ്ഞും വളർന്നു വരണമെന്നും നാടകം ഉപദേശിക്കുന്നു. പുരാണം, ചരിത്രം, കാലികം എന്നീ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന 8 സ്ത്രീ കഥാപാത്രങ്ങളെയാണ് പെണ്ണൂരിന്റെ പ്രത്യയശാസ്ത്രം എന്ന നാടകത്തിൽ അജിത നമ്പ്യാർ അരങ്ങിലെത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാഠ്യപദ്ധതിയിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്താൻ നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി.പി. ദാസൻ. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ടി.പി. ദാസൻ. കളരിപ്പയറ്റ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനാവശ്യമായ തുടർ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി.പി. ദാസൻ പറഞ്ഞു. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സാഹചര്യത്തിൽ ജിംനാസ്റ്റിക്കിനേക്കാൾ ഗുണകരം ചെയ്യുന്നതാണ് കളരി പഠനം. മെയ്വഴക്കവും മനക്കരുത്തും പ്രദാനം ചെയ്യുന്നതോടൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലിക്കും കളരി പഠനം ഉപകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കായിക നയവും ഫണ്ടും ഇല്ലാത്തതാണ് ഇന്ത്യൻ ഒളിമ്പിക്സിൽ പിന്നോക്കം പോകുന്നതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വീകരണ യോഗം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിക്ക് ഉപഹാരവും അദ്ദേഹം കൈമാറി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തോന്നാറില്ല ഒരു ഫുട്ബോൾ കളിക്കാരനായതുകൊണ്ടോ ഒരു ഹോക്കി താരമായതുകൊണ്ടോ അല്ലെങ്കിൽ ലോങ് ജമ്പോ ഷോർട്ട് പുട്ടിലോ എന്തെങ്കിലും സ്പോർട്സിലെ എന്തെങ്കിലും കളികളിൽ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് മാത്രമാണ്. ഇതൊരു അഡ്മിനിസ്ട്രേഷനാണ്. കെ ജെ മത്തായി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജില്ലാ ടീമിനെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് എം മൂസ ഹാജി, സംസ്ഥാന പ്രസിഡന്റ് കെ പി കൃഷ്ണദാസ് ഗുരുക്കൾ, മുൻ മേയർ ഒ രാജഗോപാൽ, പി പി അനിത, സി പി മുസാഫിർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ദുലേഖ ഭാവി കേരളത്തിന്റെ നിലപാട് വ്യക്തമാക്കിയ കൃതിയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഇന്ദുലേഖ ചർച്ചാ സമ്മേളനവും സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. ഇന്ദുലേഖ ചിത്രത്തിന്റെ പ്രദർശനവും നടന്നു. 1.25 നൂറ്റാണ്ട് മുൻപ് മലയാള സാഹിത്യത്തിൽ സാമൂഹിക നവോത്ഥാനത്തിന്റെ വാക്കുകൾ രചിച്ച ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖയ്ക്ക് ചലച്ചിത്ര ഭാഷ്യം. പൊന്നാനിയിലെ ബ്രദേഴ്സ് ഫിലിം ക്ലബ്ബാണ് നോവൽ സിനിമയാക്കി അരങ്ങിലെത്തിച്ചത്. സിനിമയുടെ ആദ്യ പ്രദർശനം കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ നിറഞ്ഞ സദസ്സിന് മുൻപിൽ കയ്യടികൾ ഏറ്റുവാങ്ങി അവതരിപ്പിച്ചു. ദീർഘമായ നോവലിന് 2 മണിക്കൂറിലാണ് ദൃശ്യഭാഷ്യമൊരുക്കിയത്. ഇന്ദുലേഖ സിനിമാ പ്രദർശനവും ചർച്ചാ സമ്മേളനവും കെ പി കേശവമേനോൻ ഹാളിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ടി ബി ബാലൻ അധ്യക്ഷം വഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി വിജയകുമാർ, സംവിധായകൻ മുഹമ്മദ് കുട്ടി, കോഴിക്കോട് നാരായണൻ നായർ, മാമുക്കോയ, ബാബുസ്വാമി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 1889 ഡിസംബറിൽ കോഴിക്കോട്ടെ സ്പെക്ട്രൽ അച്ചുകൂടമാണ് ഇന്ദുലേഖയുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധപ്പെടുത്തിയത്. ഇത് ഒ ചന്തുമേനോൻ സ്വന്തം ചിലവിലായിരുന്നു. 2ാം പതിപ്പിന്റെ അച്ചടിയും സ്പെക്ട്രൽ അച്ചുകൂടത്തിൽ തന്നെയായിരുന്നു. ചന്തുമേനോന് ഏറെ ഹൃദയബന്ധമുള്ള നഗരമായിരുന്നു കോഴിക്കോട്. കെ പി വിജയകുമാറാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത്. കൈതപ്രത്തിന്റേതാണ് ഗാനങ്ങൾ. ഇന്ദുലേഖയെ അൻസിബയും മാധവനായി കാർത്തിക് പ്രസാദും സൂര്യ നമ്പൂതിരിപ്പടായി എം ആർ ഗോപകുമാറുമാണ് അഭിനയിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. 25 വർഷത്തെ വസ്ത്രവ്യാപാര പാരമ്പര്യമുള്ള കെ വി കോംപ്ലക്സിൽ ഓണം ബക്രീദ് വസ്ത്രോത്സവം. മിതമായ വിലയിൽ തുണിത്തരങ്ങൾ ലഭിക്കുന്ന കോഴിക്കോട്ടെ ആദ്യത്തെ വസ്ത്രവ്യാപാര കേന്ദ്രം. കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് പാളയം ജംഗ്ഷനിൽ 5 നിലകളിലായി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 150ഓളം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ. സാരി, സൽവാർ, ടെസ്റ്റ് മെറ്റീരിയൽസ്, നൈറ്റി മെറ്റീരിയൽസ്, എല്ലാവിധ ജെന്റ്സ്, ലേഡീസ്, ബോയ്സ് ആൻഡ് ഗേൾസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പർദ, ഇന്നർവെയർ, നൈറ്റി, ബെഡ്ഷീറ്റുകൾ മിതമായ നിരക്കിൽ. ഈ വർഷത്തെ ഓണം ബക്രീദ് പർച്ചേസ് കെ വി കോംപ്ലക്സിൽ നിന്നാവട്ടെ. കെ വി കോംപ്ലക്സ്, പാളയം ജംഗ്ഷൻ, കോഴിക്കോട്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ മിഠായി തെരുവ്, ഖാദി ഗ്രാമോദ്योग എംപോറിയം. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റും കൈനിറയെ സമ്മാനങ്ങളും. 1ാം സമ്മാനം 25 പവൻ സ്വർണ്ണ നാണയം, 2ാം സമ്മാനം 6 പവൻ സ്വർണ്ണ നാണയം, 3ാം സമ്മാനം 1 പവൻ വീതം 14 പേർക്ക്. കൂടാതെ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ സിൽക്ക് സാരികളും
ഖാദി ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% ഡിസ്കൗണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യം ലഭ്യമാണ്. ഓണം ബക്രീദ് ഖാദി മെഗാ എക്സ്പോ. അണിഞ്ഞൊരുങ്ങൂ ജീവിതത്തിൻ അഴകിൽ. ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. സ്ത്രീയാണ് പ്രകൃതി എന്ന സങ്കല്പങ്ങളിൽ ബൈജു ലക്ഷ്മണന്റെ ചിത്രപ്രദർശനം. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ബൈജു തന്റെ ചിത്രങ്ങളുമായി കോഴിക്കോട്ടെത്തുന്നത്. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ബൈജു ലക്ഷ്മണൻ തന്റെ ചിത്രങ്ങളുമായി ഈ നഗരത്തിലെത്തുന്നത്. 1997 ബംഗളൂരുവിൽ നടത്തിയ ചിത്രപ്രദർശനത്തിന് ശേഷം ബൈജു വരച്ച 60 ചിത്രങ്ങളിൽ നിന്ന് ചിത്രകാരൻ കെ പ്രഭാകരൻ തിരഞ്ഞെടുത്ത 29 ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിലുള്ളത്. തന്റെ ചിത്രങ്ങളെക്കുറിച്ച് ബൈജു ലക്ഷ്മണൻ: അതില് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് തന്നെ ഇതിൻ്റെ അത് ചെയ്യുന്നു. മാത്രമല്ല, പ്രകൃതിയിൽ നമ്മളിപ്പം മൃഗങ്ങളെ കാണാൻ, ജന്തുക്കളെ കാണുന്നുണ്ട് ചില പെയിന്റിങ്സിൽ. ഓയിൽ പെയിന്റിൽ വരച്ചിട്ടുള്ള ഈ ചിത്രങ്ങളിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നവയാണ്. കൂടാതെ സ്ത്രീയുടെ രൂപഭാവങ്ങളും പകർത്തിയിട്ടുണ്ട്. സ്ത്രീയാണ് പ്രകൃതി എന്ന സങ്കല്പങ്ങളാണ് ചിത്രങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. 1991 കോഴിക്കോട് ചിത്രപ്രദർശനം നടത്തിയ ശേഷം പിന്നീട് ഇപ്പോഴാണ് വീണ്ടും ഒരു അബ്സ്ട്രാക്ട് ചിത്രങ്ങളുമായി ബൈജു കോഴിക്കോട്ടെത്തുന്നത്. പ്രദർശനം ചെലവൂർ വേണുവാണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി.പി. ദാസിന് സ്വീകരണം നൽകി. ബേപ്പൂർ ഹൈസ്കൂളിൽ ചേർന്ന സ്വീകരണ യോഗം വി.കെ.സി. മുഹമ്മദ് കോയ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ടി.പി. ദാസിന് ബേപ്പൂർ ഹൈസ്കൂൾ അങ്കണത്തിൽ ബേപ്പൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി പ്രസിഡന്റ് പി.കെ. സാദിഖ് അധ്യക്ഷനായ പരിപാടി എം.എൽ.എ. വി.കെ.സി. മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനകരമാകുന്ന തരത്തിൽ അതിനൊക്കെ മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന നല്ലൊരു അവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ദാസേട്ടന്റെ ഈ സ്ഥാനലബ്ധി നമുക്കെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി രക്ഷാധികാരി ബേപ്പൂർ ഫുട്ബോൾ അക്കാദമി സെക്രട്ടറി കെ ശശിധരൻ, കേരള സ്റ്റേറ്റ് ബാർ ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് എടത്തൊടി രാധാകൃഷ്ണൻ, കൌൺസിലർമാരായ പി പ്രകാശൻ, പി ബീരാൻകോയ, INTC അഖിലേന്ത്യാ സെക്രട്ടറി MP പത്മനാഭൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രാജീവൻ കെ, അബ്ദുൽ ഗഫൂർ TK, KP ഹുസൈൻ, ഷിബി AV, ജബ്ബാർ മാസ്റ്റർ, PV ശിവദാസൻ, ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ, റഫീഖ് ഹൈഡേക്കർ എന്നിവർ സംസാരിച്ചു. ടി.പി. ദാസൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂർ ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രൻ കാരപ്പറമ്പ് അധ്യക്ഷനായിരുന്നു. നഗരത്തിൽ ശക്തി പ്രകടനവും നടന്നു. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കൺവെൻഷൻ കേരള പ്രദേശ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനല്ലൂരാണ് ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് രവീന്ദ്രൻ കാരപ്പറമ്പ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലി സ്റ്റേഡിയം വഴി മാനാഞ്ചിറയിലൂടെ മുതലക്കുളത്ത് സമാപിച്ചു. ജില്ലയുടെ വിവിധ കമ്മിറ്റികളിൽ നിന്നും പ്രവർത്തകർ പങ്കെടുത്തു. ജാഥയുടെ സമാപനം മുതലക്കുളത്ത് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് കുണ്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ, AM സെയ്ദ്, സംസ്ഥാന സെക്രട്ടറി സുരേഷ് വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാബുരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രമേശ് വെസ്റ്റിഹിൽ, ഷറഫുദ്ദീൻ ചെറുകുളം, യൂസഫ് അലി കോട്ടൂളി, ഷാജി കുന്നമംഗലം, രവീന്ദ്രൻ ചോറോട്, ഗംഗാധരൻ വട്ടക്കിണർ, അരവിന്ദാക്ഷൻ വടകര, അശോകൻ അണേലക്കടവ്, കരുണാകരൻ മാസ്റ്റർ, തൃണമൂൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് ഷഹീൻ നരിക്കുനി, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KM BV, ജില്ലാ ജനറൽ സെക്രട്ടറി സഫിയ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു വേദ പഠനവും വേദമോദലും. കാലങ്ങൾ മാറിമറിഞ്ഞപ്പോൾ സംസ്കാരങ്ങൾ പലതും കൈവിട്ടുപോയി. നഷ്ടമാകേണ്ടവയല്ല വേദപാരായണം എന്ന തിരിച്ചറിവിന്റെ ഭാഗമായി ബേപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വേദ ക്ലാസ് ആരംഭിച്ചു. പ്രമുഖരാണ് ക്ലാസുകൾ എടുക്കുന്നത്. സായി വേദവാഹിനി പരിഷത്ത് കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ വേദാചാര്യന്മാരുടെ കീഴിൽ സൗജന്യ വേദ മന്ത്രോച്ചാരണ ക്ലാസ് ബേപ്പൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു. കുട്ടികളെയും മുതിർന്നവരെയും ഗായത്രി മന്ത്രോച്ചാരണം തുടങ്ങി എല്ലാ മന്ത്രങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെയും മുതിർന്നവരെയും കർമ്മമാർഗത്തിൽ നേരായ വഴിക്ക് നയിക്കുന്നതിനും ഉന്നത നിലയിൽ എത്തിക്കുന്നതിനും ഈ വേദോച്ചാരണ മന്ത്ര ക്ലാസ് ഉപകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വേദപഠന ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ക്ഷേത്രം ഓഫീസിൽ ഒരുക്കിയിരുന്നു. പുരുഷോത്തമൻ, അജിത് എന്നിവർ ക്ലാസുകളെടുത്തു. 60ഓളം പേർ പങ്കെടുത്തു. രവീന്ദ്രൻ രാമനാട്ടുകര, സുജാരിക, ലോഹിതാക്ഷൻ, സതീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ലയൺസ് ക്ലബിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് PR സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MP സെബാസ്റ്റ്യൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് PR സെമിനാർ നടന്നു. ഹോട്ടൽ മലബാർ പാലസിൽ നടന്ന സെമിനാർ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ CV ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുഖ്യപ്രഭാഷണവും നടത്തി. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് PRO കൃഷ്ണകുമാർ VK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലയാള മനോരമ ന്യൂസ് എഡിറ്റർ PJ ജോഷുവ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, കൂടാതെ മറ്റ് മാധ്യമപ്രവർത്തകരായ വിശ്വനാഥൻ, പ്രശാന്ത്, ബിജു ഗോവിന്ദ്, മീഡിയ കോർഡിനേറ്റർ UK ഭാസ്കരൻ നായർ, ക്യാബിനറ്റ് സെക്രട്ടറി മോഹൻ നദിയ, വരദാരാജൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുസ്ലിം ലീഗ് ബേപ്പൂർ മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു. ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മൈൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പണ്ടികശാല അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ബേപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ബേപ്പൂർ അങ്ങാടിയിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി MC മൈൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായി ഫാസിസ്റ്റ് എന്ന് ഇന്ത്യ രാജ്യത്തെ ഒരു വ്യക്തിയെ നോക്കി പിടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ പിടിക്കാവുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം 2 കൊല്ലം പൂർത്തിയാക്കി. ആ ഭരണം 2 കൊല്ലം പൂർത്തിയാക്കുന്ന അവസരത്തിൽ ഇന്ത്യ രാജ്യത്തുള്ള മൊത്തം സ്ഥിതിഗതികൾ നമുക്ക് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകൾ നിർവഹിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. പ്രസിഡന്റ് MI മുഹമ്മദ് ഹാജി അധ്യക്ഷം വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി NC അബൂബക്കർ, മണ്ഡലം പ്രസിഡന്റ് NC അബ്ദുൾ റസാഖ്, KK ആലിക്കുട്ടി, VP അബ്ദുൾ ജബ്ബാർ, M മുഹമ്മദ് കോയ ഹാജി, VK മുഹമ്മദ് കോയ, PV സലാം, P ബാവ, T മൊയ്തീൻ കോയ, KT അവറാൻ കോയ, P സൈനുദ്ദീൻ, N നദീർ, ജബ്ബാർ കല്ലിങ്ങൽ, P ജലീൽ, KK സൈഫുനിസ, SV ഷെറീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സൗഹാർദ്ദം 85ന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ബേപ്പൂർ ഹൈസ്കൂളിൽ വെച്ച് നടന്നു. N അനിൽകുമാർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ V സഹദേവൻ, T സുധാകരൻ, N ആലിക്കോയ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി V സഹദേവൻ സെക്രട്ടറി, V വിനു ജോയിന്റ് സെക്രട്ടറി, PV സലാം ജോയിന്റ് സെക്രട്ടറി, N ഗിരീഷ് പ്രസിഡന്റ്, T സുധാകരൻ, O രാജഗോപാൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്ന ഗുരുക്കന്മാർക്ക് പ്രണാമം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ലോട്ടറി വിൽപ്പനക്കാരെ സഹായിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ MV ജയരാജൻ. വിനായക ചതുർത്ഥി ആഘോഷ പരിപാടികൾ പരിസമാപ്തിയിലേക്ക്. ഭക്തിലഹരിയിൽ തലശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.